നമ്മൾ കാണുന്ന മണി പ്ലാന്റുകൾ ഏകദേശം എല്ലാം തന്നെ നല്ല വാരിയേഷൻ ഉള്ളതായിരിക്കും. ചെറുതായിട്ട് പച്ച നിറം ഉണ്ടാവും, പിന്നെ ക്രീം നിറം ഒക്കെ ആയിട്ട് നല്ല വാരിയേഷൻ ഉണ്ടാവും. വാരിയേഷൻ തന്നെയാണ് അതിൻ്റെ ഭംഗി എന്ന് പറയാം. പക്ഷേ ഇതൊരു വേറെ തരമാണോ അതോ വാരിയേഷൻ നഷ്ടപ്പെട്ടാണോ എന്നറിയില്ല. ഇവിടെ എനിക്ക് പല ചെടികളിൽ ഇടയ്ക്ക് വാരിയേഷൻ നഷ്ടപ്പെടും, തിരിച്ചു വരും. എന്നാലും ഇതിൻ്റേതായ ഒരു പച്ചപ്പ് കൂടുതലുണ്ട്. മുഴുവൻ പച്ചയാണ്. കുറച്ച് ഇലകളൊക്കെ കേടായിട്ടുണ്ട്, അത് ശരിയാണ്. പക്ഷേ ആ കുരുന്നിലയൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ചെറിയ ചെടിച്ചട്ടിയിലാണ് നട്ടിരുന്നത്. വളർന്ന് ചെടിച്ചട്ടിയിൽ നിന്ന് അടുത്ത ചെടിച്ചട്ടിയിലേക്കൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. അതിന് മുകളിൽ കാണുന്നത് മഴത്തുള്ളികളാണ്, മഞ്ഞുതുള്ളികളൊന്നുമല്ല. മഞ്ഞുതുള്ളികൾ കുറച്ചുകൂടെ ചെറുതായിരിക്കും. പിന്നെ ഇതിപ്പോൾ മഞ്ഞുകാലമല്ല, അത്യാവശ്യം മഴയുള്ള സമയം തന്നെയാണ്. ഈ മണി പ്ലാന്റിന് വളരെയധികം വ്യത്യാസങ്ങൾ പലതും കാണാറുണ്ട്. വാരിയേഷനിലെ വ്യത്യാസം പറഞ്ഞല്ലോ. പിന്നെ ഇതേ ഇനം തന്നെയാണോ വേറെ ഇനമാണോ എന്നറിയില്ല. ചിലപ്പോൾ തെങ്ങിൻ്റെ മുകളിലോ അല്ലെങ്കിൽ വലിയ മരത്തിൻ്റെ മുകളിലൊക്കെ പടരുന്ന കാണാറുണ്ട്. അപ്പോൾ ഏകദേശം ഒരു തേങ്ങയുടെ വലിപ്പത്തിലും കൂടുതലുള്ള വീതി ഉണ്ടാവും അതിൻ്റെ ഇലകൾക്ക്. വളരെ വലിയ, ഈ അടുത്ത ദിവസം ഞാൻ കണ്ടു, ഒരു റോഡ് അരികിൽ ഒന്നല്ല 2 സ്ഥലങ്ങളിൽ കണ്ടു വളരെ വീതി കൂടിയ ഇലയുള്ള മണി പ്ലാന്റ്. ഒരടിയൊക്കെ ഉണ്ടാവുമെന്ന് തോന്നുന്നു അതിൻ്റെ ഇലയുടെ വീതി. ഇത് നോക്കുമ്പോൾ കുറച്ച് സെൻറ്റിമീറ്ററേ ഉണ്ടാവുള്ളൂ, വളരെ ചെറുതാണ്. അതിന് കാരണമുണ്ട്, ഇതൊരു കുഞ്ഞു ചെടിച്ചട്ടിയിലല്ലേ വളരുന്നത്. മുറ്റത്ത് തെങ്ങിൻ്റെ ഇടയിൽ നട്ട് നോക്കിയാലേ അറിയുള്ളൂ ഇത് ഇല വലുതായി വരുമോ എന്ന്. പക്ഷെ അതിനിപ്പോൾ ഇവിടെ നിർവാഹമില്ല, മുഴുവൻ കോൺക്രീറ്റ് ടൈൽസൊക്കെയാണ്. അപ്പോൾ അങ്ങനെ പല വ്യത്യാസങ്ങളുണ്ട്. പിന്നെ ഇത് വെള്ളത്തിൽ മാത്രം വളരും മണി പ്ലാന്റ്. ഞാനിവിടെ പലതവണ നട്ടിട്ടുണ്ട്. എക്കോറിയത്തിൽ മണി പ്ലാന്റ് വളർത്താറുണ്ട്. പണ്ട് കാലത്ത് ചെറിയ ഇൻകാൻഡസൻ ബൾബിൻ്റെ, കേടായ ബൾബിൻ്റെ ആ ബൾബിനകത്ത് അതിൻ്റെ ഫിലമെൻ്റൊക്കെ നീക്കിയിട്ട് അതിലും വളർത്താറുണ്ട്.